നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് കൊച്ചിയിൽ ചേർന്ന ഭാരവാഹി യോഗത്തിൽ എം.ടി. രമേശും പി.കെ. കൃഷ്ണദാസും എ.എൻ. രാധാകൃഷ്ണനും അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടത്. പതിവ് യോഗമാണെന്നും അതുകൊണ്ട് ഹാജർ നിർബന്ധമല്ല എന്നും നേതാക്കൾ വിശദീകരിച്ചെങ്കിലും പാർട്ടിയിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതൊക്കെ വാർത്തയാകുന്നതിലെ നീരസമാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ ഇന്ന് കണ്ടത്. ഷവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ വേറെ ജോലി അത് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ ബാക്കിയൊന്നല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. നിങ്ങൾ ഒരു കള്ള വാർത്ത കൊടുത്തുമ്പോഴേക്ക് ഞങ്ങൾ അടിച്ചു പിരിയാനാണെങ്കിൽ മുരളീധരൻ വലിയ കരുക്കൾ നീക്കുന്നതാണ്. കേന്ദ്രത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള മുരളീധരൻ ഇപ്പം ചരടുവലികൾ നടത്തുകയാണ്. കേരള ബി.ജെ.പിയിലെ തർക്കവും പോരും ഒന്നും പുതിയ കഥയല്ലെങ്കിലും പാർട്ടിയുടെ നടുവൊടിച്ച പാലക്കാട്ടെ പരാജയം സംസ്ഥാന അധ്യക്ഷന് പാരയാകും. നേതൃമാറ്റത്തിലേക്ക് വഴി തുറക്കുന്ന വിഴുപ്പലക്കളാണോ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇന്നലെ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ എവിടെയും നടന്നിട്ടില്ല. അതായത് ഈ സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ബി.ജെ.പിയുടെ രീതിയല്ല. ബി.ജെ.പിയുടെ തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ചെയ്തത്. ഒരു ഭിന്നത ആരാ പറഞ്ഞ ഭിന്നതയുണ്ട്? അങ്ങനെ ഒരു ഭിന്നത ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ചിരുന്നിട്ടായിരുന്നു യോഗത്തിൽ. കേരള ബി.ജെ.പിയിൽ കാണുന്നത് വിഭാഗീയതയുടെ താമരക്കുളമോ? എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നിരീക്ഷകരായ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റെജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുള്ളത്. ബി.ജെ.പി. ഔദ്യോഗികമായി അവരുടെ പ്രതിനിധികളെ ഈ ചർച്ചയ്ക്ക് അയക്കില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് ബി.ജെ.പി. പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയിലെ തർക്കവും അതിനകത്തുള്ള വിഭാഗീയതയും അതിലെ ഗ്രൂപ്പ് മത്സരങ്ങളും അതിലെ സ്ഥാനമോഹികളുടെ ഇടപെടലും ഒന്നും നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു പുതിയ വാർത്തയല്ല. ചവറ വാർത്ത എന്നൊക്കെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആക്ഷേപിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് അകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ എന്നതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. ഇതിപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ വെറും തോൽവിയല്ല, വലിയ പ്രഹരമേൽപ്പിക്കുന്ന തോൽവിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിലൊക്കെ ബി.ജെ.പിയുടെ വോട്ട് ഷെയറിൽ വന്നിട്ടുള്ള വലിയ ഇടിവ്. ഇപ്പോഴുണ്ടാകുന്ന തർക്കങ്ങൾ കേവലം ഈ ഉപരിതലത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമായിട്ടാണോ താങ്കൾ കാണുന്നത്? അതോ ഇത് ഗൗരവമുള്ള ആത്മപരിശോധനയ്ക്കൊക്കെ ദേശീയ നേതൃത്വത്തിന് എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്നതിലേക്കുള്ള ഒരു ഗൗരവമായ പരിശോധനയ്ക്കിലേക്കൊക്കെ നയിക്കുന്ന ഒരു വലിയ സംഭവമായി ശ്രീ ശ്രീജിത്ത് പണിക്കർ താങ്കൾ ഇപ്പോഴേ സംഭവവികാസങ്ങളെ കാണുന്നുണ്ടോ? ശ്രീ ഗോപികൃഷ്ണൻ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിവില്ല എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നൈവ് ഒന്നുമല്ല അവർ. ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിൽ തന്നെ പല നേതാക്കന്മാർക്കും കേന്ദ്ര ബന്ധങ്ങളുമുണ്ട്. വളരെ കൃത്യമായിട്ട് അവരുടെ കൺസേൺസ് ഒക്കെ അവിടെ പറയുന്നതിനും അതിനുള്ള എന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാരും പല നേതാക്കന്മാരെയും ബൈപ്പാസ് ചെയ്തിട്ടൊക്കെ തന്നെ കേന്ദ്രത്തിൽ കണക്ഷൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി നിശ്ചയമായിട്ടും കേന്ദ്ര ബി.ജെ.പിക്ക് അറിയാം. തന്നെയുമല്ല, ഇവിടെ ഈ പാലക്കാട് ഫിയാസ്കോ എന്ന് പറയുന്നത് പോലെയുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം പല വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തിരുന്ന സന്ദീപ് വാര്യരുടെ വിഷയം അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് അറിയാമായിരുന്നു. പക്ഷെ അവരെല്ലാവരും തന്നെ സംസ്ഥാന നേതൃത്വം പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിക്കാനായിട്ട് പരസ്യമായിട്ട് ശ്രമിച്ചത്. ഇപ്പോ കേരളത്തിലേക്കുള്ള ചുമതലയെല്ലാമുള്ള കേന്ദ്ര പ്രഭാരിയായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹം പോലും ഇവിടെ ശ്രീ കെ സുരേന്ദ്രനും മറ്റുള്ള ആൾക്കാരും എങ്ങനെയാണോ സന്ദീപ് വാര്യർ പാർട്ടിയിൽ ഒരു അപ്രസക്തനാണ് എന്ന് പറഞ്ഞത് അതേ ലൈൻ തന്നെ പാരറ്റ് ചെയ്തതുപോലെയാണ് നമ്മൾ കണ്ടത്. ഹീസ് നോട്ട് എ പ്രോമിനന്റ് ലീഡർ എന്ന ഒരു ഒറ്റ ലൈനാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തുടർച്ചയായിട്ട് ആവർത്തിച്ചു വന്നത്. അപ്പൊ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ബി.ജെ.പിയിലുള്ള ഇൻഫൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നേരത്തെ തന്നെ ഉള്ളതാണ്. പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പല ചേരികളിലായിട്ട് നേതാക്കന്മാരുണ്ട് എന്നും അവിടെ 2 പ്രധാനപ്പെട്ട പക്ഷങ്ങളുണ്ട് എന്നുമൊക്കെ തന്നെയുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും തന്നെ ഈ ഒരു ഡിനയൽ മോഡിലേക്കോ
അല്ലെങ്കിൽ ഇത് ഡിനൈ ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളോട് കയർക്കുന്ന രീതിയിലത്തേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. ഇത് അഗ്രവേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കുന്ന തോൽവിയാണ്. പാലക്കാട് അവർ ജയിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബി.ജെ.പിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് ശ്രീ കെ സുരേന്ദ്രനെതിരെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അതിൽ അദ്ദേഹം തന്നെ പറയുന്നത് ശോഭാ സുരേന്ദ്രനെ ആഞ്ഞടിച്ചു, മുരളീധരൻ ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് കരുക്കൾ നീക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. പല വാർത്തകളും ഇങ്ങനെ അവർക്ക് കിട്ടുന്ന സോഴ്സസ് വഴിയാകുമല്ലോ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് വാർത്തകൾ വന്നിരുന്നത് എങ്ങനെയാണ്? DCCക്ക് ഫേവർ ചെയ്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ല, മറ്റൊരാളെയാണ് എന്ന് പറയുന്നു. പിന്നീട് കത്ത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കെ മുരളീധരന്റെ പേരുണ്ടാകുന്നു. പക്ഷെ അതിനോടൊക്കെ അവർ പ്രതികരിച്ചിരുന്നത് കുറച്ചുകൂടി സമചിത്തതയോടുകൂടിയാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഫലം വന്നതിന് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചവറു വാർത്തകളാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ പാർട്ടിയുടെ ഉള്ളിൽ എന്തോ ഒരു സ്പ്ലിറ്റ് ഉണ്ട് എന്ന രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നേതാക്കന്മാരുടെ ഇടയിൽ ഉള്ളത് എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടാണ് അത് ചവർ റിപ്പോർട്ടിംഗ് ആണ്, ചവർ വാർത്തയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ, ഒന്ന് ബി.ജെ.പിയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ N. ശിവരാജനാണ്. വളരെ മുതിർന്ന ബി.ജെ.പിയുടെ പ്രവർത്തകനാണ്, RSSന്റെ പ്രവർത്തകനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഈ കാര്യത്തിനെ പറ്റി കൃത്യമായിട്ട് പ്രതികരിക്കാനോ അതിനെ പ്രതിരോധിക്കാനോ ശ്രീ കെ സുരേന്ദ്രന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? ആരോ ഒരാൾ ദേശീയ നിർവാഹക സമിതി അംഗം എന്ന് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ വാക്കിലാണ് കയറി പിടിക്കുന്നത്. നിർവാഹക സമിതി അംഗമല്ല. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണ്, പക്ഷെ നിർവാഹക സമിതി അംഗമല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് എത്ര നിർവാഹക സമിതി അംഗങ്ങളുണ്ട് എന്നതിനെപ്പറ്റി നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞു മറ്റൊരു വ്യത്യസ്തമായ ട്രാക്കിലാണ് അദ്ദേഹം പിടിച്ചത്. അതല്ലാതെ ഇതിന്റെ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്താണ് എന്നതിനെപ്പറ്റി അഡ്രസ് ചെയ്യാനായിട്ട് അദ്ദേഹം പോയില്ല. അതേപോലെ തന്നെ ഇന്നലെയാണെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, പ്രമീള ശശിധരൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന അവിടുത്തെ നഗരസഭാ മേഖലയിലെ നഗരസഭാ അധ്യക്ഷ ബി.ജെ.പിക്കാരിയാണ്. അവര് ഇതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം അവിടെ പ്രതികരിക്കുന്ന ഏത് രീതിയിലാണ്? അങ്ങനെ പരസ്യ പ്രസ്താവന നടത്താൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? അത് ശരിയാണോ എന്ന് അന്വേഷിക്കും എന്നാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന MT രമേശിനെ പോലെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ V. മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരെ പറ്റി അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളെ പറ്റി മാറ്റിവെച്ചാൽ പോലും പാർട്ടിയുടെ ഉള്ളിലുള്ള ഉത്തരവാദിത്തമുള്ള ചുമതലകളിലുള്ള പ്രത്യേകിച്ച് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വരം ഉണ്ടായിരുന്നു എന്നത് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് ശരിയാണോ എന്ന് ബി.ജെ.പി തന്നെയാണ് ഒരുപക്ഷെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള വാർത്തകൾ വരുന്നതെല്ലാം ചവറ് വാർത്തകളാകുന്നു. ബി.ജെ.പിയുടെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാവരും തന്നെ കോൺഗ്രസ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇന്നലത്തെ പത്രസമ്മേളനത്തിലും അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിച്ചത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ബി.ജെ.പി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇപ്പൊ ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? 7-ാം തീയതി വരെ കാത്തിരിക്കൂ, 6-ാം തീയതി 7-ാം തീയതി എന്തോ അവരുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ അറിയുകയുള്ളൂ. ഈ കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ട് ഉണ്ടാകണം എന്ന് പറയുന്നു. അതൊക്കെ തന്നെ ശരിയായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി എന്നുള്ളതിനെപ്പറ്റി സ്ഥാനാർത്ഥി തന്നെ പരോക്ഷമായി സമ്മതിച്ചത് നമ്മൾ കണ്ടതല്ലേ? 2016 മുതൽ ഈ 2024 ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരൊറ്റ എക്സെപ്ഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി തെരഞ്ഞെടുപ്പുകളെല്ലാം ബി.ജെ.പി പിടിച്ചിരിക്കുന്നത് ഏതാണ്ട് 40,000 വോട്ടാണ് എന്ന് പറഞ്ഞത് C. കൃഷ്ണകുമാറാണ്. അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇതാണ് ഇവിടുത്തെ കോർ ബേസ് വോട്ടുകൾ. ഈ ബേസ് വോട്ടുകൾ അതിന്റെ പാരമ്യത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഇത്തവണയും കൈമോശം വന്നിട്ടില്ല, അത്രയും തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 40,000 വോട്ടുകൾ മാത്രമേ അവിടെ ബി.ജെ.പിക്ക് ബേസ് വോട്ട് ഉള്ളൂ എന്നും അത് ജയത്തിലേക്ക് എത്തുന്നതല്ല എന്നും സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. അപ്പൊ 2021 പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ പറയുന്നത് 2021 ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ശ്രീ E. ശ്രീധരനാണ്.
ശ്രീ ഇ ശ്രീധരൻ വളരെ വലിയൊരു സ്വീകാര്യതയുള്ള വ്യക്തിയാണ്, വ്യക്തിപ്രഭാവമുള്ള ആളാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് പേഴ്സണൽ വോട്ട് കിട്ടും, രാഷ്ട്രീയേതരമായിട്ടുള്ള വോട്ടുകൾ കിട്ടും. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നത് ബേസ് വോട്ടിന് മുകളിലേക്ക് പാർട്ടിയെ ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിക്ക് എല്ലാവരാലും സ്വീകാര്യനായിട്ടുള്ള രാഷ്ട്രീയേതര വോട്ടുകൾ കൂടി കിട്ടുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വേണ്ടത് എന്നാണ്. അപ്പൊ അതിനർത്ഥം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ, അതായത് ഈ ശ്രീധരനൊപ്പം നിൽക്കാൻ ഞാൻ യോഗ്യനേ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൺസീഡ് ചെയ്യുകയാണ്. അപ്പൊ അത് ശ്രീ ശിവരാജൻ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയോ ശ്രീജിത്ത് പണിക്കർ, ശ്രീമതി അതിനിടയിൽ പ്രമീള ഞാൻ അതിനോട് ഒരു കാര്യം സംസാരിക്കുന്നതുമായി കൂടെ ആഡ് ബന്ധപ്പെടുത്തി ചെയ്യാം. വെച്ച് കഴിഞ്ഞാൽ അതായത് അദ്ദേഹം പറയുന്നത് concede 2016 ചെയ്തിട്ടുള്ളതാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ 2016 ശോഭാ സുരേന്ദ്രൻ 29.08% ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുൻപ് അത് 18.86 ആയിരുന്നു. അതായത് 11% വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ 2016 BJPക്ക് വേണ്ടി അധികമായി ഉയർത്തിയത്. അതാണ് പിന്നീട് ഇ ശ്രീധരൻ 2021 മത്സരിക്കുമ്പോൾ വീണ്ടും ഒരു 14%, 29 വീണ്ടും അത് 35 ആക്കുന്നത്, വീണ്ടും ഒരു 6% കൂട്ടുന്നത്. പക്ഷേ എന്താണ് കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ സംഭവിച്ചത്? കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ കിട്ടിയത് 28%, 28.63. അതായത് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ വോട്ടിനേക്കാൾ കുറവാണ് കൃഷ്ണകുമാറിന് കിട്ടിയത് കണക്കുകൾ നോക്കുമ്പോൾ. അതായത് BJPയുടെ ബേസ് വോട്ടിനേക്കാൾ കുറഞ്ഞു പോയി കൃഷ്ണകുമാർ. ആ അർത്ഥത്തിൽ പോലും അദ്ദേഹത്തിന്റെ വാദഗതി അദ്ദേഹത്തെ സഹായിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതിൽ തന്നെ ഒരു വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീമതി പ്രമീള ശശിധരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി അല്ലാതെ വേറെ ആരെയും കിട്ടാനില്ലേ, ഇദ്ദേഹം അത്ര ജനപ്രിയനല്ല എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുക. അവിടെ ഇദ്ദേഹം തന്നെ അവിടെ മത്സരിച്ചതാണ്. മത്സരിച്ചപ്പോൾ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന പാലക്കാട് നഗരസഭാ മേഖലയിൽ VK ശ്രീകണ്ഠന്റെ ലീഡ് എന്ന് പറയുന്ന BJPയുടെ ലീഡ് എന്ന് പറയുന്നത് ശ്രീ VK ശ്രീകണ്ഠന് മുകളിൽ കേവലം 497 വോട്ടാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ ശ്രീധരൻ മത്സരിക്കുമ്പോൾ 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു അപ്പർ ഹാൻഡ് BJPക്ക് ഉണ്ടായിരുന്നത് കേവലം 500 വോട്ടുകൾക്ക് താഴെയായിട്ട് അത് ചുരുങ്ങി. അത് എത്ര നാൾ മുമ്പാണ്? ഏതാണ്ട് 4-5 മാസം മുമ്പ്. അപ്പൊ തന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് ഒരു സ്വീകാര്യത ഉണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി BJP ചിന്തിക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള ഒരാൾ അവിടെ വീണ്ടും മത്സരിക്കുമ്പോൾ ഈ 5 മാസങ്ങൾക്കിപ്പുറം ഏതാണ്ട് 3000-4000 വോട്ടിന്റെ അപ്പർ ഹാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന രീതിയിലത്തേക്ക് അവിടുത്തെ പൊളിറ്റിക്സ് മാറി. അപ്പൊ ഇതിന്റെ ഒരു പൾസ് അവിടെയുള്ള പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നേതൃത്വം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നിടത്താണ് ശ്രീ സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഇല്ലോജിക്കലായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് 3 ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു, ആ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നു, അതിനോടൊപ്പം ഒരു നോട്ട് അടക്കം ചെയ്തിട്ടുണ്ട്. ആ നോട്ടിൽ പറയുന്നത് ഇതിൽ 2 പേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? 3 പേരുകൾ കൊടുക്കുന്നു, 2 പേർ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു, പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക്കലി ആ മൂന്നാമത്തെ ആളാണ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ശ്രീ ഇ കൃഷ്ണകുമാർ അവസാനം വരെയും പറഞ്ഞു തനിക്ക് മത്സരിക്കേണ്ട, തനിക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടൊരു പാട്ടിനകത്തിൽ പറയില്ലേ, 3 കുളം പൊട്ട 1 വെള്ളവുമില്ല എന്ന് പറയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന 3 ഒരേ കാര്യമാണ്, ഈ 3 പേർക്കും താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ മുഴുവൻ മെഷീനറിയും അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ പണത്തിന് പണം, ആളിന് ആള്, നേതാക്കന്മാർക്ക് നേതാക്കന്മാർ എന്നീ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിട്ട് അങ്ങനെ പ്രചരണത്തിന് പോകുന്ന സമയത്ത് മത്സര സന്നദ്ധരാണ് എന്ന് പറയപ്പെടുന്ന 3 ആൾക്കാരുടെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കാൻ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ 2 പേർക്ക് താല്പര്യമില്ല, 3 പേരുടെ ലിസ്റ്റ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ ഫോഴ്സ്ഡ് ആണ് എന്നാണ്. കേന്ദ്ര നേതൃത്വം നോക്കുന്ന സമയത്ത് അതിൽ JP നഡ്ഡ ഉണ്ടായിരിക്കാം, നരേന്ദ്രമോദി ഉണ്ടായിരിക്കാം, അമിത്ഷാ ഉണ്ടായിരിക്കാം. അവർ നോക്കുമ്പോൾ സ്റ്റേറ്റ് തീരുമാനിച്ചിരിക്കുന്ന 3 പേരുകൾ, 2 പേർക്ക് താല്പര്യമില്ല എങ്കിൽ ശരി കൃഷ്ണകുമാർ. പക്ഷേ ഈ കൃഷ്ണകുമാറിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന നോട്ടിൽ 2 പേർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിൽ കൃഷ്ണകുമാർ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം മൂന്നാമത്തെ ആളാണ്. ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നു എന്നാണ് ശ്രീ K സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത്. A ക്ലാസ് മണ്ഡലത്തിൽ എന്താണ് ഈ മത്സര സന്നദ്ധരല്ലാത്ത ആൾക്കാർ ഉണ്ടാവുകയും അതിൽ പാർട്ടി ഗത്യന്തരമില്ലാതെ ഒരാളിനെ സമീപിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം ചില ആൾക്കാരുടെ നോമിനിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാദം പ്രസക്തമായതും അത് പിന്നീട് കൂടുതൽ പ്രബലമാകുന്ന രീതിയിലത്തേക്ക് BJPയുടെ ഒരു നാഷണൽ കൗൺസിൽ അംഗവും BJPയുടെ അവിടുത്തെ നഗരസഭാ അധ്യക്ഷയും പറയുന്ന വാക്കുകളും പ്രസക്തമാകുന്നത്. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ചവറു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ശരി ശ്രീജിത്ത്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ എന്താണ് K സുരേന്ദ്രന്റെ വാദം? BJPക്ക് അകത്ത് വിഭാഗീയ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നതാണ്. ഇന്നിപ്പോൾ V മുരളീധരനും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 3 പേരുടെ അസാന്നിധ്യമാണല്ലോ യഥാർത്ഥത്തിൽ കൊച്ചിയിൽ നടന്ന ഭാരവാഹി യോഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് MT രമേശ് ഇല്ല,
എൻ രാധാകൃഷ്ണൻ ഇല്ല, PK കൃഷ്ണദാസ് ഇല്ല. BJP-യിൽ ഒരു സുരേന്ദ്രൻ വിരുദ്ധ കൃഷ്ണദാസ് പക്ഷമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണെന്ന് താങ്കൾക്കറിയാം. ഇനി പാർട്ടിയിൽ അങ്ങനെ വിഭാഗീയത ഇല്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ്റെ ടീമിനെതിരെ ഒരു വിമർശനമില്ല. അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണെങ്കിൽ ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഏറ്റവും അധികം രംഗത്തിറങ്ങേണ്ട ആൾക്കാരല്ലേ MT രമേശും PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും ഒക്കെ? അവർക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞോ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ അവ്യക്തത ദൂരീകരിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ? എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായത്? എന്തുകൊണ്ടാണ് അവരുടെ അസാന്നിധ്യം ഇന്ന് യോഗത്തിലുണ്ടായത്? ഒരു കോർ കമ്മിറ്റി യോഗം വിളിച്ച് എന്താണ് പാലക്കാട്ട് സംഭവിച്ചതെന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഈ നേതാക്കൾക്കുണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ പോയതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? പിന്നെ BJP-യിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ശ്രീ ഷാബു പ്രസാദ്? ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വ്യക്തികൾ ചേരുന്നതാണ്. പല പശ്ചാത്തലങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും പല അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ വരുന്ന വ്യക്തികളാണ്. അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ഒരുപാട് വ്യക്തികൾ ചേരുന്നതാണത്. അപ്പോൾ അഭിപ്രായങ്ങളുള്ളിടത്ത് തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അങ്ങനെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും എല്ലാം കൂടി ചേർന്ന് അത് ഡിസ്കസ് ചെയ്തിട്ടാണ് പാർട്ടി, ഏത് പാർട്ടിയും, അതായത് ഒരു കേഡർ, പ്രത്യേകിച്ചൊരു കേഡർ പാർട്ടി, ആ പാർട്ടിയുടെ തീരുമാനം, ആ പാർട്ടി തീരുമാനം എന്ന ആ ലെവലിലേക്ക് എത്തുന്നത്. ആ തീരുമാനം ചിലപ്പോൾ പിഴച്ചു പോയേക്കാം, അത് ശരിയാകാം, പിഴച്ചു പോകാം. പക്ഷേ ഡിസിഷൻ ഈസ് ഓൾവേസ് എ ഡിസിഷൻ. വൺസ് അവർ ആ ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിയുടെ തീരുമാനമാണത്, ആ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനമാണ്. അത് ശരിയായാലും തെറ്റായാലും ശരി. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ആ തീരുമാനം പിഴച്ചുപോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ തീരുമാനം തിരിച്ചടിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിലും അത് ചിലപ്പോൾ അതിൻ്റെ പുറത്തും ഒക്കെയായി അതിൻ്റേതായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചില ഇമോഷണൽ ഔട്ട്ബസ്റ്റുകളുമൊക്കെ ഉണ്ടാകാം. അത് നമ്മുടെ ഇടയിൽ നമ്മളത് കാണാറുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം ആ പാർട്ടി അമ്പായ ഒരു കുഴപ്പത്തിലായിപ്പോയി, മുഴുവനും തകർന്നത്. ഷാബു പ്രസാദ്, ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയപ്പോൾ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ എന്തായാലും BJP-യുടെ വോട്ട് കുറഞ്ഞതിന് സന്ദീപ് വാര്യർ ഒരു കാരണക്കാരനല്ല എന്ന് തന്നെയായിരിക്കുമല്ലോ പാർട്ടി ഏതായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മറ്റ് കാരണങ്ങൾ കണ്ടെത്തണം. അവിടെയാണ് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു ആരോപണം നിലനിൽക്കുന്നത്. പ്രവർത്തകർ തന്നെ പറഞ്ഞത് ഇതേതാണ് സ്ഥാനാർത്ഥി, ഇങ്ങനൊരു സ്ഥാനാർത്ഥി നിർത്തിയുകൊണ്ട് കാര്യമുണ്ട്, വേറെ ആരും ഇല്ലേ സ്ഥാനാർത്ഥിയാക്കാൻ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 1500 വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ 1500 നോട്ടയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ സമർത്ഥിക്കുകയാണ്. അപ്പോൾ നഗരസഭാ പരിധിയിലുള്ള BJP വോട്ട് ഇടിയാനുള്ള കാരണം കൃഷ്ണകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥി ഉണ്ടായതെന്ന് BJP-യുടെ ശക്തിദുർഗമായ നഗരസഭയിലെ അധ്യക്ഷ പ്രമീള ശശിധരൻ, അവർ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്, അവർക്ക് ആക്ഷേപമുണ്ട്. പിന്നെ മറ്റു നേതാക്കൾക്ക് ഇപ്പോൾ ശിവരാജനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടിയുള്ള ഇടപെടൽ ഈ പാലക്കാട്ട് BJP-യെ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചു, അങ്ങനെയല്ലേ വിലയിരുത്തുക? ഗോപി, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെടരുത്, എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടതുമാണ്. പറഞ്ഞത് പൂർത്തിയാക്കാൻ അനുവദിക്കുക, അങ്ങനെയുള്ള ഒരു ചില മിനിമം കർട്ടസിയെങ്കിലും കാണിക്കണമെന്നുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങി. ശരി, അതൊന്ന് തുടരുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന ആ ഫ്ലോ അങ്ങ് പോവുകയും ചെയ്തു. നിങ്ങളിങ്ങനെ ഈ ഇടപെട്ടതുകൊണ്ട്. അപ്പം ഇത് പിന്നെ പാലക്കാട് BJP-ക്ക് പ്രതീക്ഷിച്ച വോട്ട് നഗരസഭയിൽ കിട്ടിയില്ല. നഗരസഭയിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, എൻ്റെ ഒരു വിലയിരുത്തലാണ്, മറ്റൊന്നുമല്ല പറയുന്നത്. 77% വോട്ടായിരുന്നു 2021 തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത്. ഇത്തവണ അത് 70% വോട്ടാണ്, 7% വോട്ടാണ് കുറഞ്ഞത്. ഈ കുറഞ്ഞ വോട്ട്, ഈ ചെയ്യാതെ പോയ വോട്ട് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിലയിരുത്തുന്നു, അത് ബഹുഭൂരിപക്ഷവും BJP-യുടെ വോട്ടാവാനാണ് സാധ്യത. ആ വോട്ടുകൾ എന്തുകൊണ്ട് പോൾ ചെയ്യിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ BJP വിലയിരുത്തേണ്ടതാണത്. ഇവിടെ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം തന്നെയാണത്. പിന്നെ ഈ 40,000 വോട്ട് ബേസ് വോട്ടിൻ്റെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പറഞ്ഞു.
40,000 വോട്ടിൻ്റെ ആ ബേസ് വോട്ടിന് മുകളിലേക്ക് കിട്ടിയാൽ ഏത് പാർട്ടിയും അവരുടെ കേഡർ വോട്ട് കൊണ്ടല്ല വിജയിക്കുന്നത്. അവരുടെ കേഡർ വോട്ട് അവിടെ ഉണ്ടാകും. ആ കേഡർ വോട്ടല്ലാതെ നിഷ്പക്ഷ വോട്ടും പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വോട്ടുകളും കൂടെ ചേരുമ്പോഴാണ് അത് വിജയത്തിലേക്കും പരാജയത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ പാർട്ടികൾ ഇത്രയും മാറി മാറി പല മണ്ഡലങ്ങളിലും മാറി മാറി ജയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ ഇത്രയും കാലം ഈ 2021 ഒഴിച്ച് മാറി മാറി സർക്കാരുകൾ അധികാരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ്? പൊതുസമൂഹത്തിൽ നിന്നുള്ള നിഷ്പക്ഷ വോട്ടുകളിലാണ് ആ ജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ നിന്ന സമയത്ത് അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണത്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, അതും ഒരു സത്യമാണത്. അപ്പോൾ ഏത് സ്ഥാനാർത്ഥി നിന്നാലും ആ രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വോട്ടുകൾ ലഭിക്കുന്ന രീതി, ആ ഒരു അവസ്ഥയിലേക്ക് BJP ഇനിയും അവിടെ വളരാനുണ്ട്. അത് BJP ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണിത്. ഇവിടെ എല്ലാം ഭദ്രമാണ്, എല്ലാം പെർഫെക്റ്റാണ്. മറ്റെന്തോ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തോ അജ്ഞാതമായ കാരണം കൊണ്ടാണ് ഇത് തോറ്റത്. ഇതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അത് അങ്ങനെ BJP കരുതുന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ, ഇത് കൂട്ടായ തീരുമാനങ്ങളാണ് BJPയിൽ എടുക്കുന്നത്. പക്ഷേ ആ ടീമിനെ നയിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനതിൻ്റെ ഓഡിറ്റ് ചെയ്യപ്പെടണം. അത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സംഘടന തീരുമാനിക്കുന്ന നടപടികൾക്ക് വിധേയനാകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതിൽ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഒരു സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ കഴിയില്ല. പിന്നെ ഈ പലപ്പോഴും സുരേന്ദ്രൻ ഇമോഷണലായിട്ട് പ്രതികരിക്കാറുണ്ട്. വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രതികരണങ്ങളെ ഒരു പൊതു പ്രതികരണങ്ങളായിട്ടോ അങ്ങനൊരു സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കാൻ പാടുണ്ടോ? ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ അല്ലല്ലോ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണല്ലോ പ്രതികരിക്കേണ്ടത്. ആഫ്റ്റർ ഓൾ ഇവരൊക്കെ മനുഷ്യരാണ് ഗോപി. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്ന് വരും. പക്ഷേ ഇത് എൻഡ് ഓഫ് ദ വേൾഡാണ്. BJP ഇവിടെ തകർന്നു കഴിഞ്ഞു എന്നൊക്കെയുള്ള വിലയിരുത്തലിലേക്ക് പോകുന്നതിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നുള്ളത് എനിക്കെന്തോ. ശരി സാർ, ഞാൻ വരാം. എനിക്ക് അതിനിടയിൽ 1-2 ചോദ്യങ്ങൾ താങ്കളോട് ഒരു കാര്യം കൂടി പറയൂ. ഒറ്റ കാര്യം കൂടി, എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടതാണ്. ഒരു കാര്യം കൂടി, ഇനിയിപ്പം ഇവിടെ കൃഷ്ണകുമാർ അല്ല ഇനി ഇപ്പോൾ ഇത് തീരുമാനിക്കുന്ന ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവരായിരുന്നെങ്കിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിക്കോട്ടെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരായിക്കോട്ടെ, ഇവരാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥി എങ്കിലും പാലക്കാട്ടെ ഫലം മറിച്ചാകുമായിരുന്നു, ഇത് വ്യത്യസ്തമാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ശ്രീധരൻ സാറിന് കിട്ടിയ ആ പൊതുസമൂഹത്തിലെ സ്വീകാര്യത എന്തായാലും ഒരു പറഞ്ഞ പോലെ 100% സംഘ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, അത് ശോഭയായാലും ശരി സന്ദീപ് വാര്യരായാലും ശരി ആരായാലും ശരി, അങ്ങനെയുള്ളവർക്ക് കിട്ടുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ശരി സാർ, സാറിന് അങ്ങനെ കരുതാതിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ കണക്കുകൾ അങ്ങനെയല്ല സാർ. കണക്കുകൾ അങ്ങനെയല്ല. 2016-ൽ 11% വർധനവാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, 18% വോട്ടുണ്ടായിരുന്ന BJPക്ക് അത് 29% ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. ആ 29% നിന്നാണ് ഈ ശ്രീധരനെ പോലെ താങ്കൾ പറഞ്ഞതുപോലെ സർവ്വസമ്മതനായ രാഷ്ട്രീയേതര വോട്ടുകൾ സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള ഈ ശ്രീധരൻ നിന്നപ്പോൾ അത് 35 മാറിയത്. പക്ഷേ ഇവിടെ കൃഷ്ണകുമാർ പിടിച്ചത് 28% വോട്ടാണ്. 2016-ൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടുകളേക്കാൾ കുറവ് എന്ന് മാത്രമല്ല, നഗരസഭയിൽ 6239 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്ന സമയത്ത് അത് 497 കുറഞ്ഞു. BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടുകൂടി ആത്മപരിശോധന നടത്തേണ്ടുന്ന വലിയ വോട്ട് ചോർച്ചയാണ് BJPക്ക് ഉണ്ടായതെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ് സാർ, ഞാൻ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരുന്നത് താങ്കളുടെ ഫ്ലോ പോകണ്ട എന്ന് കരുതി മാത്രമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും ഒരു ചെറിയ ഇടവേളയെടുത്ത ശേഷം. കേരള BJPയിൽ നമ്മൾ കാണുന്നത് വിഭാഗീയതയുടെ താമരക്കുളമോ? എൻകൗണ്ടർ പ്രൈം എന്നീ വിഷയമാണ് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ശ്രീ റെജി ലൂക്കോസ്, അതോടൊപ്പം തന്നെ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകുടി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം, അതായത് BJPക്ക് ആകെ കിട്ടിയ വോട്ട് 32,96,354 അതായത് 2019 അപേക്ഷിച്ച് 3% വർധനവ്. അപ്പോൾ സ്വാഭാവികമായും പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP കൂടുതൽ ശക്തമായി കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടായി.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു MP-യെ കിട്ടി ആദ്യമായി. അപ്പോൾ BJP-യുടെ കേരളത്തിലെ വളർച്ച അങ്ങനെ വളരെ സ്ലോ പേസിലാണെങ്കിൽ പോലും അത് സ്റ്റഡിയായി ഉണ്ടാകുന്നു എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെയാണ് അവരുടെ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ടെ മത്സരം കുറെ കൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. ആ പാലക്കാടാണ് BJP-ക്ക് അടിതെറ്റിപ്പോയിരിക്കുന്നത്. പല ആരോപണങ്ങളും BJP-യുടെ ഈ വോട്ട് വിഹിതം കുറയുന്നതിനെക്കുറിച്ച് ഉയർന്നു വന്നു. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. അവിടുത്തെ വിഭാഗീയത യഥാർത്ഥത്തിൽ ഈ വോട്ട് വിഹിതം ഇത്രയധികം കുറയുന്നതിന് കാരണമായി എന്ന്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഈ പാർട്ടിയുടെ നടു ജനം ഒടിച്ചിരിക്കുന്നു, ഇനി കേരളത്തിൽ ഈ പാർട്ടി തലപൊക്കില്ല എന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ BJP-ക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിശാബോധമില്ലാത്ത ഒരു സംസ്ഥാന നേതൃത്വമാണ് അതിലെ കുറ്റക്കാർ എന്ന് വിധി എഴുതാറായോ? അല്ല, BJP കേരളത്തിൽ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൽ പ്രധാന ഘടകം കേന്ദ്രത്തിൽ BJP-ക്ക് ഭരണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എപ്പോഴൊക്കെയാണോ കേന്ദ്രത്തിൽ BJP-ക്ക് അധികാരമുള്ളത് അപ്പോഴൊക്കെ കേരളത്തിൽ പാർട്ടി വളർന്നിട്ടുണ്ട്. പാലക്കാടിൻ്റെ കാര്യത്തിൽ സവിശേഷപരമായി നോക്കിയാൽ 2004 ഉദയഭാസ്കർ എന്ന ഒരു മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം അവിടെ സ്വന്തം പണമൊക്കെ ഉപയോഗിച്ച് അവിടെ വലിയ രീതിയിൽ മത്സരിച്ചു 2004. അന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ട് വോട്ട് കൂട്ടാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷമാണ് O രാജഗോപാൽ, അദ്ദേഹം 67-ലും 70-ലും ഒക്കെ മത്സരിച്ച് 82-ലും ഉൾപ്പെടെ മത്സരിച്ചതിന് ശേഷം 2006-ൽ 4-മത്തെ 5-മത്തെ തവണ ഒരു കൈ നോക്കാൻ വരികയും അദ്ദേഹം തോൽക്കുകയും ചെയ്തത്. പിന്നീട് ശോഭാ സുരേന്ദ്രനാണ് 2014 മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു നല്ല ഒരു ഫൈറ്റ് കാഴ്ചവെച്ച് NN കൃഷ്ണദാസിനെ പോലെ 4 തവണ MP ആയ ആളെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയത്. അന്നും 2011 ഉദയഭാസ്കർ തന്നെയാണ് മത്സരിച്ച അതിൽ നിന്നാണ് 11% ശോഭാ സുരേന്ദ്രന് കിട്ടിയത്, കൂട്ടാൻ പറ്റിയത്. ഈ പാലക്കാട് എന്ന് പറയുന്നത് BJP-ക്ക് സവിശേഷമായി ഒത്തിരി വളരാനുള്ള അല്ലെങ്കിൽ വോട്ട് പിടിക്കാനുള്ള സാഹചര്യമുള്ള ഒരു മണ്ഡലമാണ്. അതിൽ മുനിസിപ്പാലിറ്റി തന്നെയാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഘടകം. ആ മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് എങ്ങനെ നോക്കിയാലും അവരുടെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും അവിടെ വോട്ടുകൾ കോൺഗ്രസിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ പിടിക്കണം. പാർലമെൻറ്റിൽ ശരിയാണ്, കൃഷ്ണകുമാറിന് 400 ചിലവാനും വോട്ടുകൾ കൂടുതൽ കിട്ടി. പക്ഷേ അപ്പോൾ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ്റെ ആ കിട്ടിയ വോട്ടിൽ നിന്ന് അത്രയും കുറഞ്ഞതായിട്ട് BJP വിലയിരുത്തുകയും അവിടെ ജയിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക. അതിപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും വോട്ട് കൂട്ടുന്ന ഒരാളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ മൂത്താൻ സമുദായത്തിൻ്റെയും അവിടുത്തെ കൽപ്പാത്തിയിലെ തമിഴ് ബ്രാഹ്മണരുടെയൊക്കെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സന്ദീപ് വാര്യരോ അങ്ങനെ ആരെങ്കിലും സുരേന്ദ്രന് തന്നെ മത്സരിക്കാമായിരുന്നു. കാരണം അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് അവിടെ എല്ലായിടത്തും മത്സരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിയെ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എല്ലാവരെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി പോലും അതിനുശേഷം അദ്ദേഹം മാറിയേക്കാം എന്നുള്ള സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ വിഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഈ കൃഷ്ണകുമാറിനെ തന്നെ മത്സരിപ്പിക്കണം എന്ന് കൃഷ്ണകുമാറിൻ്റെ ആഗ്രഹം, സുരേന്ദ്രൻ്റെ ആഗ്രഹം, അങ്ങനെ പല ഘടകങ്ങൾ അവിടെ മുൻനിർത്തി സുരേന്ദ്രൻ അവിടെ ക്യാമ്പ് ചെയ്ത് മുഴുവൻ സമയം ചേലക്കരയിൽ ഒരു ഇലക്ഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം പാലക്കാട് തന്നെ മുഴുവൻ സമയം ഉണ്ടാകുകയും വയനാട് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച വയനാടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ പാലക്കാട് മുഴുവൻ സമയം അദ്ദേഹം തന്നെ ചുക്കാൻ പിടിച്ച തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഇത്ര മോശം ഒരു റിസൾട്ട് ഉണ്ടായത് വലിയൊരു BJP-ക്ക് ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഇനി BJP അടുത്ത നിയമസഭയിൽ വോട്ട് സംഖ്യ കൂട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അവർ കൂട്ടും. 2026-ൽ കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ട് തന്നെ ഈ ലോക്സഭയിൽ കിട്ടിയ വോട്ടിൻ്റെ ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു 18%-ലേക്കെങ്കിലും അല്ലെങ്കിൽ 20%-ലേക്ക് എത്താൻ അവർക്ക് സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ പാർലമെൻറ്റിൽ പല സീറ്റുകളിലും ശോഭയൊക്കെ മത്സരിച്ച ആലപ്പുഴയിലൊക്കെ പല നിയമസഭാ മണ്ഡലങ്ങളിലും 2-ാം സ്ഥാനത്താണ്. ഹരിപ്പാട് വെറും 400-500 വോട്ടിൻ്റെ പിന്നിലാണ് 3-ാം സ്ഥാനത്ത്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ BJP-ക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ
കേരളത്തിൽ സമൂലമായിട്ടുള്ള ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത 6-7 തീയതികളിൽ ഇനി അടുത്ത് നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ടേക്കിങ്ങിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിലത്തെ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ സുരേന്ദ്രൻ മാറിയാൽ വി മുരളീധരനെ പോലെയുള്ള മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം സംസ്ഥാന അധ്യക്ഷൻ സാധാരണ BJPയുടെ ഒരു ഇതനുസരിച്ച് ആ പ്രായമൊക്കെ കടന്നുപോയ ആളാണ്. പക്ഷേ അതൊന്നും ഒരു ഘടകമായിരിക്കില്ല. ഇപ്പോൾ സുരേന്ദ്രൻ മാറിയാൽ വി മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ BJP ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന ഗ്രൂപ്പ് താല്പര്യങ്ങളുള്ള, സ്വന്തം താല്പര്യങ്ങളുള്ള കുറേ നേതാക്കളുടെ ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ എത്ര ഇവർ നേതാക്കളെ മാറ്റിയാലും അധ്യക്ഷനെ മാറ്റിയാലും മുഖം മാറ്റിയാലും ഇത് കേരളത്തിലെ കോൺഗ്രസ് പോലെ ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, വിഭാഗീയത ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര വളർന്നാലും ആ ഒരു തിരിച്ചടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യക്തി താല്പര്യങ്ങൾ പാർട്ടിയുടെ താല്പര്യങ്ങളെക്കാൾ മുന്നിൽ വയ്ക്കുന്ന പല നേതാക്കളും ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരി, ശ്രീ റിജി ലൂക്കോസ്, ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റിജി ലൂക്കോസ്, ഇപ്പോൾ കേരളത്തിലെ ഈ എല്ലാ സമയത്തും ഇപ്പോൾ BJP നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ വരാം താങ്കളിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് അവരുടെ വോട്ട് മറിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കോലീബി സഖ്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം തന്നെയുണ്ട്. അതായത് BJP വോട്ടുകൾ മറിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മറിച്ചു കൊടുക്കുന്നു എന്നുള്ള ആരോപണം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ഡീൽ ആരോപണം അവർ ഉന്നയിച്ചത്. അതിപ്പോൾ ഷാഫി പറമ്പിൽ വടകര വന്നപ്പോൾ അത് ഇവിടെ ഒരു ഡീലാണ്, പാലക്കാട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അത് പൊളിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ തൃശ്ശൂരിൽ K മുരളീധരനെ തോൽപ്പിച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, വേറൊരു ഡീൽ ഉണ്ടാക്കിയെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. സംഭവം എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJP-യുടെ വോട്ട് ബാങ്കിലെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് ചോദിച്ചാൽ കൂടുതൽ വോട്ടുകൾ പോയിരിക്കാൻ സാധ്യതയുള്ളത് UDF-ന് തന്നെയാണ്. പക്ഷെ അപ്പോഴും ആ ഡീൽ ആരോപണം അവിടെ നിലനിൽക്കില്ല. കാരണം BJP-ക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ ആ വോട്ട് ചോർച്ചയ്ക്ക് മതിയായ കാരണങ്ങളായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ BJP-ക്കകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? BJP-യുടെ കേരളത്തിലെ സ്വാഭാവിക വളർച്ചയ്ക്ക് വലിയ തടസ്സമാകുന്ന ഒന്നായി ഇത് പരിണമിക്കും എന്ന് താങ്കൾ നിരീക്ഷിക്കുമോ? തീർച്ചയായിട്ടും അതിൽ 2 തെളിവുകളുണ്ട്. ഒന്ന്, BJP-യുടെ വോട്ടിൽ 10,000 വോട്ടാണ് അവിടെ കുറഞ്ഞു പോയിരിക്കുന്നത് 2021-ലേക്കാളും. എന്താ കാരണം? ആ ഡീല് വളരെ വ്യക്തമാണ്. BJP-യുടെ നല്ലൊരു ശതമാനം വോട്ടും നഷ്ടപ്പെട്ടതിൽ അത് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് വളരെ വ്യക്തമാണ്, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ ഡീല് പരസ്യമായിട്ട് തന്നെ CPM-ഓ ഇടതുപക്ഷ പാർട്ടികളും പരസ്യമായി പറഞ്ഞപ്പോൾ പലരും നിഷേധിച്ചു. ഇന്ന് പാലക്കാട് വോട്ടെടുപ്പിലൂടെ തന്നെ അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൂടെ വായിച്ചേ, അതായത് അനിവാര്യമായ ഒരു പതനത്തിലേക്കാണ് BJP തകർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്താ ഇതിന്റെ കാരണം? BJP കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ പറിച്ചു നടാനുള്ള BJP-യുടെ തന്ത്രങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു. ഗോപികൃഷ്ണൻ അറിയാമല്ലോ, കേരളത്തിലെ അവരുടെ നമ്പർ 1 സീറ്റ് എന്ന് പറയുന്നത് പാലക്കാടാണ്. ആ പാലക്കാടെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത്, നേമത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ളത് പാലക്കാടാണ്. അവിടെ മുനിസിപ്പാലിറ്റിയിൽ 3 ബൂത്തുകളിൽ ഒറ്റ വോട്ട് പോലും കിട്ടിയില്ല ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക്. തന്നെയുമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നിന്ന് അവർക്ക് ചോർന്നുപോയ വോട്ടുകൾ ഈ ഭയാനകമായ രീതിയിൽ. എന്താ അതിന്റെ കാരണം എന്തുകൊണ്ടാ? BJP ഉയർത്തിയിരിക്കുന്ന ചില വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് ജനങ്ങൾ, അവരുടെ ഏറ്റവും സുവർണ കോട്ടയെ പാലക്കാട് ജനങ്ങളെ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ അത് ഈ ചർച്ചയിൽ പ്രതിപാദിച്ചേ പറ്റൂ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിലെ ബാബർസ്വാമിയെ കുറിച്ച് അവരുടെ ഒരു വക്താവ് പറഞ്ഞിരിക്കുന്ന തീർത്തും നികൃഷ്ടമായിട്ടുള്ള, തീർത്തും എന്താ പറയാ, ഒരു സൗഹാർദ്ദത്തിന്റെ ആണിക്കല്ല് തകർക്കുന്ന രീതിയിലുള്ള ആ പ്രതികരണങ്ങൾ. ശബരിമല വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു പറയുന്നു. 100 കൽപ്പാത്തി പോലെയുള്ള അഗ്രഹാരങ്ങൾ ഓൾറെഡി തന്നെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതൊന്നും അവിടുത്തെ വിദ്യാസമ്പന്നരായ പാലക്കാട് വോട്ടർമാർ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാർ പരിഗണിച്ചില്ലെന്ന് തന്നെയല്ല, അത് ഇനി ചെലവാകില്ല എന്നുള്ള രീതിയിൽ അവർ എഴുതി തള്ളിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്നില്ല. അവരുടെ നേതൃത്വത്തിന്റെ തമ്മിലടി പതിവാണ്. അതിന് വലിയ പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലങ്ങളായിട്ട് തന്നെ ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കുന്നത് ചില ആളുകളുടെ സ്വകാര്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് അത് നിന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡീലിനെ സംബന്ധിച്ചോളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. ഈ ഡീല് വളരെ വ്യക്തമല്ല. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ആളായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 തവണ
അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ആ മനുഷ്യനെ എന്തിനാണ് വടകരയിലേക്ക് മാറ്റിയത്? തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള പരസ്യടിയിൽ തോൽവി സഖ്യം പോലുള്ള ഒരു ഡീലാണെന്നുള്ളൊരു സാമാന്യ ബോധമുള്ള ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിന്റെ ഒരു ഭീകരമായ തിരിച്ചടിയാണ് പാലക്കാട് കിട്ടിയിരിക്കുന്നത്. ഗോപികൃഷ്ണ, ഒരു കാരണവശാലും 20% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPയുടെ ഏറ്റവും നല്ല പ്രവർത്തകർ പോലും അവരെ കൈയൊഴിയുന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവുകൂടെ വന്നിരിക്കുന്നു. വയനാട്ടിലെ അവരെ മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു ഇന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. നിരവധി BJP പ്രവർത്തകർ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ദീപ് വാര്യരുടെ പൊഴിഞ്ഞുപോക്ക് അവിടെ കാര്യമായിട്ട് BJP ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സന്ദീപ് വാര്യരുടെ പൊഴിഞ്ഞുപോക്കൊന്നും അല്ല BJPയുടെ താരാ കാരണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അതായത് CPM പാലക്കാട്ട് ഒറ്റ മിനിറ്റ് ശ്രീ റെജി ലൂക്കോസ്, പാലക്കാട്ട് CPM വലിയ ഒരു മേനി പറയുന്നത്, ഒറ്റ മിനിറ്റ്, പാലക്കാട് CPM ഡോക്ടർ സരിനെ മത്സരിപ്പിച്ചതിൽ വലിയൊരു മേനി പറയുന്നത് BJPയും CPMും തമ്മിലുള്ള വോട്ട് ശതമാനത്തിന് അന്തരം 1.63% കുറച്ചു എന്നതാണ്. അതായത് 13,533 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നത് 2,000 കുറച്ചു എന്നാണ്. താങ്കൾ പറയുന്നത് അവിടെ ഒരു ഈ കോൺഗ്രസിന് വോട്ട് മറച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിനാണോ CPM കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ CPM കൊടുക്കുന്നത് കോൺഗ്രസിന് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് അതല്ല, BJPയുടെ വോട്ടൊന്നും BJPക്ക് പോരുന്ന വോട്ട് CPMന് കിട്ടിയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? അവിടെ തമ്പടിച്ചുകൊണ്ടുള്ളത് പ്രചരണങ്ങളായിരുന്നു. അതേസമയം ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസിനെ പോലുള്ളവർ കേവലം 2-3 ദിവസം മാത്രമേ അവിടെ പ്രചരണത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ വളരെ വ്യക്തമല്ല ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയമാണ് അവിടെ നടന്നുള്ളവരും. പിന്നെ K സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ടറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനം തെറിക്കുന്നുള്ളവരും. ആ സ്ഥാനം തെറിക്കുന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം തട്ടിക്കയറിയത്. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചവറുകൾ എന്ന വാക്ക് ഉപയോഗിക്കും. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ K സുരേന്ദ്രന്റെ മാനസികാവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അവിടെ കോൺഗ്രസിന് എന്തിനാ ക്രെഡിറ്റ് കൊടുക്കുന്നത്? കോൺഗ്രസിന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് കാലങ്ങളായിട്ട് ഈ സഖ്യത്തിലുള്ളതല്ലേ. വടകരയും ബേപ്പൂരും നടത്തിയ പോലീസ് സഖ്യം പരസ്യമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയില്ലേ? അതുകൂടാതെ തന്നെ ഇവിടെ തൃശ്ശൂർ നടന്നത് എന്താ? തൃശ്ശൂർ 86,000 വോട്ടല്ലേ അവരുടെ 2019 കോൺഗ്രസിന് ഇല്ലാതായി പോയത്. ആ വോട്ട് എങ്ങോട്ട് പോയി? ആ വോട്ട് സുരേഷ് ഗോപിയുടെ പറ്റിയിലേക്കല്ല പോയത്. അല്ലെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമോ ഗോപികൃഷ്ണ? നമ്മൾക്ക് അറിയാൻ കഴിക്കുന്നവരില്ലേ? നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ വളരെ വ്യക്തമല്ലേ? ഇത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ചേലക്കര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ BJPയും പിന്നെ കോൺഗ്രസും CPM മത്സരിച്ചല്ലേ? അവിടെ ഏതെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് 3 മാസക്കാലം 3-4 സമന്വിതരായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കള് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തി, ഓരോ വീടുകളിലും കയറി പ്രചരണം നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയോ? ഇനി എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് കൂടെ പറയാനുണ്ട്. അതായത് മുനമ്പം വിഷയം. മുനമ്പത്ത് തങ്ങളാണ് രക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പം സമരത്തിന്റെ എന്താ പറയാ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുനമ്പത്ത് നടത്തിയ വർഗീയ ധ്രുവീകരണത്തിന് BJP നടത്തിയ ഏറ്റവും മോശമായ ഒരു പ്രതിഫലനം പാലക്കാടും ചേലക്കരയും കണ്ടു. ചേലക്കരയെ 10,000 വരുന്ന വോട്ടർമാരുടെ അടുത്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു BJP. അതിലൊക്കെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നടത്തിയവിടെയാണ് പാലക്കാട്. ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ പാലക്കാട് 7,200 വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ നടത്തിയ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങള്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഖംതിരിച്ചു, അവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് BJP കേരളത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന മതജാതി വിദ്വേഷത്തിൻ്റെതായ രാഷ്ട്രീയമാണ്. അതിനെതിരെയാണ് പാലക്കാട് അവരുടെ 1-ാം ക്ലാസ് മണ്ഡലം തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ സംശയിക്കേണ്ട, കേരളത്തിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന കേരളം ഇനി BJP ഇവിടെ മുന്നോട്ട് കൊണ്ടുവരത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ആനന്ദ് കൊച്ചോട് പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ ഭരണം ഇരിക്കുമ്പോൾ ഇവിടെ ചില നേട്ടങ്ങളും സംഭവിക്കാം. ഇന്ന് ഇത് വയർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് പോർട്ടല് ഞെട്ടിക്കുന്ന ഭയാനകമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ അറിഞ്ഞു കാണുമായിരിക്കട്ടോ, നിങ്ങളുടെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? മഹാരാഷ്ട്രയിൽ പോൾ ചെയ്ത വോട്ടിൽ നിന്നും 5.4 ലക്ഷം വോട്ടാണ് എണ്ണീപ്പൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 80% സീറ്റ് എങ്ങനെയാണ് മഹാരാഷ്ട്ര കിട്ടിയതുള്ളവരും. അതുകൊണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഈ അട്ടിമറികളൊക്കെ നടക്കാനുള്ള എല്ലാ വൈദഗ്ധ്യവും BJPക്ക് ഉണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ നിമിഷം വരെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പോൾ ചെയ്യാത്ത വോട്ടുകൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കൂടി വരുന്നത്? അത് ഇന്ത്യൻ ജനാധിപത്യത്തിനോട് നടത്തുന്ന കടക്കിൽ കത്തിവെക്കുന്നതിന് തുല്യല്ലേ പ്രിയപ്പെട്ട ഗോപികൃഷ്ണ? അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇനി BJP ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ സംഘടനാപരമായിട്ട് തന്നെ സ്പ്ലിറ്റ് ആയിരിക്കുന്നു. അവരുടെ സമുന്നത നേതാക്കന്മാരായിട്ടുള്ള AM കൃഷ്ണദാസ്, PK രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ്
അതുപോലെ തന്നെ സാമാന്യനെ വളരെ ഭേദപ്പെട്ട മാന്യനായിട്ടുള്ള MT രമേശൊക്കെ ഇന്നത്തെ ഈ സംസ്ഥാന സമിതി യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നു. പങ്കെടുക്കാത്തല്ല, ശരി അവർ ശരി ബഹിഷ്കരിച്ചിരിക്കുന്നു. ശരി MT ഞാൻ വരാം. രമേശ് ഇനി ഞാൻ പറഞ്ഞ വരാം. വാക്കുകളുണ്ട് ഞാൻ ശ്രീ മാധ്യമങ്ങളോട്. ശ്രീജിത്ത് പണിക്കറിലേക്ക് ഒന്ന് പോട്ടെ. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഹലോ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു, ഒരു ഓർഗാനിക് ഗ്രോത്ത് BJPക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും സംഭവിക്കും. അതിനൊരു കാരണം കേന്ദ്രത്തിൽ ഭരണമുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു സാധ്യത BJPക്ക് കേരളത്തിൽ ഉണ്ട് എന്നാണ്. അതിനോട് താങ്കൾ യോജിക്കുമോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സേവ് BJP എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും K സുരേന്ദ്രനും അതുപോലെ V മുരളീധരനും ഒക്കെ കുറുവ സംഘമാണ് BJPയെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി ഈ കോർ കമ്മിറ്റി യോഗത്തിന് ഈ 3 പേർ പങ്കെടുത്തില്ല. പക്ഷേ അവരുടെ രണ്ടാം നിര, അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന രണ്ടാം നിര നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, സുരേന്ദ്രൻ വിരുദ്ധപക്ഷം എന്ന് പൊതുവിൽ കരുതുന്ന ശോഭാ സുരേന്ദ്രനും ആ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇതൊരു വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള വിട്ടുനിൽക്കലാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമോ? നാരായണൻ നമ്പൂതിരിയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരണാധികാരിയായി നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ BJPയുടെ ഇൻഫൈറ്റ് ഇങ്ങനെ ഈ വിഭാഗീയതയുടെ പേരിലാണ് നടക്കുന്നതെങ്കിൽ അതിൽ ഒരു വ്യക്തത വരുന്നതല്ലല്ലോ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൻ്റെ ആ ചിത്രം. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? ശ്രീ ഗോപികൃഷ്ണൻ, ആദ്യ ഭാഗത്തിൽ നോക്കിയാൽ തീർച്ചയായിട്ടും BJPക്ക് കേരളത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ട് എന്നുള്ള ശ്രീ ആനന്ദിന്റെ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പറയുന്നത് അതാണ്. കാരണം BJPക്ക് നിയമസഭയിലേക്കുള്ള ടാലി പണ്ട് നിയമത്ത് ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നതിനെ നിലനിർത്താനായിട്ട് സാധിച്ചില്ല, പിന്നീട് ഒരു സീറ്റിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായിട്ട് അവിടെ നിൽക്കുമ്പോൾ പോലും അവർക്ക് നമുക്ക് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുന്ന സ്വാധീനം, അവർക്ക് തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളും മണ്ഡലങ്ങളും നിലനിർത്താനായിട്ട് സാധിക്കുന്നത്, മുനിസിപ്പാലിറ്റി നിലനിർത്താനായിട്ട് സാധിക്കുന്നത് ഒന്നും തന്നെ ചെറിയൊരു കാര്യമല്ല. എന്ന് വെച്ചാൽ പ്രാദേശിക തലത്തിൽ ഇവർക്കൊരു ഗ്രിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രാദേശിക തലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട്സിലേക്ക് അത് പോകുന്നു എന്നാണ്. അപ്പോൾ ഓർഗാനിക്കായിട്ട് ഒരു താല്പര്യം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. തന്നെയുമല്ല, അത് ദേശീയ തലത്തിലേക്കുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് പോലും BJPയുടെ റാലി വർദ്ധിക്കുന്നുണ്ട്. അപ്പം നിശ്ചയമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 30,000-ന് മുകളിൽ സീറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ 35,000-ന് മുകളിൽ, 40,000-ന് മുകളിൽ ഒക്കെ കിട്ടുന്ന പല നിയമസഭാ മണ്ഡലങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതെല്ലാം തന്നെ അവരുടെ കോർ വോട്ടുകളും പിന്നീട് ഓർഗാനിക്കായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് പോൾ ചെയ്ത് അവർക്ക് കിട്ടുന്ന വോട്ടുകളുമാണ്. ഇതിനെ വിന്നബിലിറ്റിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തതുപോലെ വ്യക്തിപ്രഭാവമാണ്. സ്ഥാനാർത്ഥി കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിശ്ചയമായിട്ടും അയാൾക്ക് ഈ രാഷ്ട്രീയതരമായിട്ടുള്ള വോട്ടുകൾ കൂടി കിട്ടും. അപ്പൊ കോർ വോട്ടുകൾ, നേരത്തെ ശ്രീ ഷാബു പ്രസാദും പറഞ്ഞ അതാണ്, ഈ കേഡർ പ്ലസ് നമ്മുടെ കോമൺ മാൻ എന്ന് പറയുന്ന വോട്ട് ചേരുമ്പോഴാണ് ജയിക്കാനുള്ള വോട്ടാകുന്നത്. പക്ഷെ പാലക്കാട് സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം, തനിക്ക് കേഡർ വോട്ടുകൾ മാത്രമേ കിട്ടുകയുള്ളൂ, തനിക്ക് ശ്രീ ശ്രീധരനോളം പ്രതിഭയില്ല എന്ന് ഈ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം ആ വോട്ട് നിലനിർത്തണമെങ്കിൽ, അതിനെ വീണ്ടും ജയസാധ്യതയിലേക്ക് എത്തിക്കണമെങ്കിൽ താനായിരുന്നില്ല, കുറച്ചുകൂടി പ്രതിഭയുള്ള മറ്റൊരാൾ വരണമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ പറയുന്നത്, ഇതിനെ ഇനിയും ഈ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 20% അല്ലെങ്കിൽ 20%-ന് മുകളിലേക്ക് 2026-ൽ കൊണ്ടുപോകണമെങ്കിൽ BJPക്ക് അത് അസാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന A ക്ലാസ് ആയി പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ ഈ രീതിയിലത്തേക്കുള്ള തോൽവി വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പരസ്യമായിട്ട് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ചവറു മാധ്യമങ്ങളോ കോൺഗ്രസ് പക്ഷത്തുള്ള ആൾക്കാരോ പറയുന്നതല്ലല്ലോ. ആ നിലയ്ക്ക് പ്രസിഡന്റിന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെയാണ് കാൻഡിഡേച്ചർ തീരുമാനിക്കുക, ആരെയൊക്കെ എവിടെയൊക്കെ ഫീൽഡ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നു, ആ മണ്ഡലങ്ങളിൽ അവരെ എത്ര മുൻപേ തന്നെ ഇവർക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു, അവിടെയുള്ള ജനകീയ വിഷയങ്ങളിൽ അവരെങ്ങനെ ഇടപെടുന്നു, അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ നേരത്തെ ഈ പലപ്പോഴും ആരോപണമായിട്ട് പറയുന്ന പോലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഒരാൾ തന്നെ മത്സരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിസ്റ്റം പിന്തുടരുകയാണെങ്കിൽ ഈ ഗ്രിപ്പ് ഉണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയതരമായി ചിന്തിക്കുന്ന ആൾക്കാർ, ഈ ആൾക്കാരെ ഇപ്പോഴും പാർട്ടിയുടെ ഫോൾഡിൽ ഉണ്ട് എങ്കിലും അവരെ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജേക്കബ് തോമസ് IPS, അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്ക് വഴി പോസ്റ്റുകൾ ഇട്ടിട്ടാണെങ്കിലും ചില ചിത്രങ്ങൾ ഇട്ടിട്ടാണെങ്കിലും അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഴിമതികൾക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ശ്രീ K സുരേന്ദ്രൻ തന്നെ എല്ലായ്പ്പോഴും പത്രസമ്മേളനം നടത്തണമെന്ന് നിർബന്ധമില്ല.
നേരെ മറിച്ച് ശ്രീ ജേക്കബ് തോമസിനെ പോലെ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ഇത്തരം വിഷയങ്ങളെപ്പറ്റി അഭിപ്രായ പ്രകടനം നടത്തുന്നതെങ്കിൽ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ നൽകും. അങ്ങനെയാണ് എങ്കിൽ ദാ ഇവിടെ ഒരു നോ നോൺസെൻസ് ഓഫീസർ ഇന്ന കാര്യങ്ങൾ പറയുന്നു എന്ന രീതിയിലത്തേക്ക് രാഷ്ട്രീയതരമായി ചിന്തിക്കുന്ന ആൾക്കാരിലും ഒരു സ്വാധീനം ചെലുത്താനായിട്ട് അത് സാധിക്കും. പക്ഷേ ശ്രീ ജേക്കബ് തോമസിലെ പാർട്ടിയിലേക്ക് എടുത്തു, അദ്ദേഹത്തിന് ഇലക്ഷൻ ടിക്കറ്റ് കൊടുത്തു എന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം എവിടെയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ട് നമുക്കറിയാമോ? ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയ ആൾക്കാരെ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവരെ കൊണ്ടുവരുന്നതിന്റെ പ്ലാൻ എന്താണ്? ഏറ്റവും എനിക്ക് ലാഫബിൾ ആയിട്ട് തോന്നിയത് ഈ അടുത്തിടെ സംഗീത സംവിധായകൻ മോഹൻ സിതാരയെ കൊണ്ടുവന്നതായിട്ട് കണ്ടു. മോഹൻ സിതാര തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞു, ഞാനൊരു സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്തതാണ്, അതല്ലാതെ എനിക്ക് കാര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ല, ഞാൻ പിന്നീടാണ് അതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ തിരിച്ചറിയുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അപ്പൊ എന്തർത്ഥത്തിലാണ് പാർട്ടിയിലേക്ക് ഒരാളിനെ സ്വാഗതം ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊണ്ട് നിങ്ങളുടെ ലോങ് ടൈം പ്ലാൻ എന്താണ്? ഈ കാര്യത്തിനെ പറ്റി ഈ വരുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ല എന്നാണ് അതിനർത്ഥം. അല്ല ശ്രീ അപ്പൊ ശ്രീജിത് അതുകൊണ്ട് പണിക്കർ, ആ ഈ താങ്കൾ ഈ രീതിയിലേക്ക് പറഞ്ഞ പോകാൻ മുഴുവൻ കഴിയില്ല. കാര്യങ്ങളെയും ലളിതമായി കണ്ടാൽ സംസ്ഥാന നേതൃത്വത്തിന്, അതായത് BJP-യെ ഇവിടെ പാർട്ടി വളർത്തുന്നതിനും അതേപോലെ തന്നെ സീറ്റുകൾ കിട്ടുന്നതിനും നിയമസഭയിൽ അംഗങ്ങളെ കൊണ്ടുവരുന്നതിനും ഒക്കെ ഈ സംസ്ഥാന നേതൃത്വത്തെയാണല്ലോ നിയോഗിച്ചിരിക്കുന്നത്. ആ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ദിശാബോധമോ കൃത്യമായ ഒരു പ്ലാനോ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യാനുള്ള പ്രാപ്തിയോ ഇല്ല. മറിച്ച് അവരവരുടെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ ഗ്രൂപ്പുകളെ വളർത്തുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി സംസ്ഥാന BJP നേരിടുന്നു എന്നല്ലേ? ലളിതമായി പറഞ്ഞാൽ അതല്ലേ സംഭവിക്കുന്നത്? നിശ്ചയമായും. കാരണം ശ്രീ ഗോപികൃഷ്ണൻ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്, താങ്കൾക്ക് ദീർഘകാലം എക്സ്പീരിയൻസ് ഉണ്ട്. താങ്കളുടെ വ്യക്തിപരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJP നേതാക്കന്മാരെ, കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന BJP നേതാക്കന്മാരെ കണ്ടുകൊണ്ട് BJP ആയിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇന്നും ഇവിടെ BJPക്ക് അനുഭാവം വരുന്ന, BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോഴും നരേന്ദ്രമോദിയെ കണ്ടിട്ടും കേന്ദ്രത്തിലെ BJPയെ കണ്ടിട്ടും കേന്ദ്രത്തിലുള്ള നേതാക്കന്മാരെ കണ്ടിട്ടും മാത്രമാണ് ഇപ്പോഴും വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെയുള്ള ഒരു നേതാവിനും ആ രീതിയിലത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ BJPയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ നോക്കൂ. അവിടെ ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ഒരു നേതാവ്, ദേവേന്ദ്ര ഫട്നവിസിനെ പോലെയുള്ള ഒരു നേതാവ്, ഇനി സീറ്റൊന്നും വേണ്ട, തമിഴ്നാട്ടിലെ അണ്ണാമലയെ പോലൊരു നേതാവ് എത്രത്തോളം ഗ്രാസ് റൂട്ട്സ് ലെവലിൽ വളരെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. നമ്മുടെ നാട്ടിലെ BJPയുടെ പല നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രസമ്മേളനം നടത്തുന്നതിൽ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുകയാണ്. ശരി, അതിനപ്പുറത്തേക്ക് ഞാൻ ജനകീയ ഇടപെടുകയാണ് ശ്രീജിത്ത്. എനിക്ക് അടിയന്തരമായ ഒരു ഇടവേള വേണം. ശ്രീജിത്ത് പണിക്കറാണ് നമ്മളോട് സംസാരിച്ചു. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇപ്പോൾ സ്വാഭാവികമായും ഈ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പുതിയ ആൾ വരും. അതാരാണെന്നുള്ളതാണ് ചോദ്യം. ഈ കെ സുരേന്ദ്രൻ മാറിയതുകൊണ്ട് മാത്രം കേരളത്തിലെ BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ, ദിശാബോധമില്ലാതെ ഈ പാർട്ടി സഞ്ചരിക്കുന്ന സാഹചര്യം, ഇതിലൊക്കെ ഒരു മാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഞാനങ്ങനെ കരുതുന്നില്ല. അത് മാത്രമല്ല, കെ സുരേന്ദ്രൻ 2026 വരെ തുടരാനുള്ള ചെറിയൊരു സാഹചര്യമുണ്ട് താനും. ഇത് കേന്ദ്ര നേതാക്കളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള സമ്മർദ്ദം സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കുറേ കാലമായിട്ടുണ്ട്. വി മുരളീധരൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ നിലപാട് മാറ്റിയത്, അതായത് അദ്ദേഹം ഇത്രയും നാൾ കെ സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനും വേണമെങ്കിൽ പ്രസിഡന്റ് ആകാം എന്നുള്ള ഒരു താല്പര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇവിടെ പല ഗ്രൂപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ കെ സുധാകരനും VD സതീശനും അധ്യക്ഷനായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും വന്നതിന് ശേഷം ആരേത് ഗ്രൂപ്പിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ BJPയിൽ പല ഗ്രൂപ്പ് മാറ്റങ്ങളും ഇന്നത്തെ ദിവസം നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്നിപ്പോൾ MT രമേശ് അവിടെ വന്നിട്ടില്ല. പക്ഷേ TP സിന്ധുമോൾ സ്വാഗതം പറയുമ്പോൾ MT രമേശിൻ്റെ പേര് 2 തവണ പറയുന്നു. MT രമേശിനോട് പത്രക്കാർ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, താങ്കൾ എവിടെ? അപ്പോൾ പറയുന്നു, ഇന്നത്തെ യോഗത്തിൽ ഞാൻ വരേണ്ട കാര്യമില്ല. അങ്ങനെ വരേണ്ട കാര്യമില്ല, വരുന്നില്ല എന്നറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പേരോ കൃഷ്ണദാസിൻ്റെ പേരോ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർ തന്നെ രണ്ടാം നിര നേതാക്കളെ കൊണ്ട് പല കാര്യങ്ങളും, ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് നിർജീവമായിരുന്ന, അങ്ങനെ തന്നെ പറയണം, നിർജീവമായിരുന്ന കൃഷ്ണദാസ് വിഭാഗം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച. അവരെല്ലാം പലതരത്തിൽ സുരേന്ദ്രനുമായിട്ടും മുരളീധരനുമായിട്ടും ഒക്കെ ഡീലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് സുരേന്ദ്രനുമായിട്ട് നല്ല രീതിയിൽ, സുരേന്ദ്രനെ കുറിച്ച് നന്നായിട്ടും സുരേന്ദ്രൻ തിരിച്ചും
പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഇവിടെ ഈ കേരള BJP-യിൽ പല ഗ്രൂപ്പ് മാറ്റങ്ങളും അല്ലെങ്കിൽ പല മാറ്റങ്ങളും നടന്ന ഒരു ദിവസമാണ് ഇന്നത്തേത്. ഇനി ഇതേ ഹോട്ടലിൽ ഈ മേനകയിൽ എറണാകുളത്ത് ഇനി അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ 6-ാം തീയതി 7-ാം തീയതി അടുത്ത മീറ്റിംഗ് നടക്കും. അപ്പോഴായിരിക്കും ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരിക. ഇത് ആരൊക്കെ എവിടെ നിൽക്കുന്നു, ആരൊക്കെയാണ് അധ്യക്ഷ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നത്, ഇവിടെ കേന്ദ്ര നേതാക്കൾ, കേന്ദ്രത്തിലെ BJP നേതാക്കളുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ ഒരു പ്രാഥമികമായിട്ടൊരു ബ്രീഫിംഗ്, റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രീഫിംഗ് കേന്ദ്ര നേതാക്കൾക്ക് നഡ്ഡയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കേന്ദ്ര നേതാക്കൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അവർ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി ആയിരിക്കും ഒരു തീരുമാനം എടുക്കുന്നതും. വരണാധികാരിയെ മാറ്റണം എന്ന് ഇന്നിപ്പോൾ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പ് മാനേജറായി പ്രവർത്തിക്കുകയാണ് നാരായണ നമ്പൂതിരി എന്നൊക്കെ ഇന്ന് കൃഷ്ണദാസ് വിഭാഗത്തിൻ്റെ 2ാം നിര നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരിയായിട്ടുള്ള നാരായണ നമ്പൂതിരിയെ മാറ്റണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ജാവ്ദേക്കറും അപരാജിത സാരംഗിയും പങ്കെടുക്കുന്ന അടുത്ത മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം അതിനെല്ലാം ഉള്ള ഉത്തരം നമുക്ക് കിട്ടുമെന്ന്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ ഈ പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് ഈ BJP-യിലെ തന്നെ ചിലർ അടക്കം പറയുന്നത് അതിൻ്റെ കാരണം പുറത്തൊന്നും പോയി അന്വേഷിക്കേണ്ടതില്ല, ഇതിനകത്ത് തന്നെ ഒരു വിഭാഗം ഈ കൃഷ്ണകുമാറിൻ്റെ ഈ തോൽവി ഉറപ്പാക്കാൻ പ്രവർത്തിച്ചിരുന്നുവെന്നാണ്. അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യമുണ്ടോ? അല്ല, അതിലിപ്പോൾ പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് നടന്നത്. അതിലിപ്പോൾ ആരെയൊക്കെ ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ ആരുടെയൊക്കെ പേര് പറയണം എന്ന് ചോദിച്ചാൽ എനിക്കെന്തായാലും ഞാൻ ആരുടെയും പേരും പറയില്ല, ആരെയും ചൂണ്ടിക്കാണിക്കില്ല. പക്ഷേ എനിക്കറിയാം, കാരണം ഓഫ് ദി റെക്കോർഡായിട്ട് പല നേതാക്കളും നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇപ്പോൾ തന്നെ ശിവരാജനെ പോലെയുള്ള നേതാക്കൾ പബ്ലിക്കായിട്ട് പ്രതികരണം നടത്തിയതുകൊണ്ട് ചില സൂചനകൾ നമുക്കതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അവിടെ മൂത്താൻ സമുദായത്തിലെ പ്രമുഖ നേതാവാണ് ഈ ശിവരാജൻ. മൂത്താൻ സമുദായവും അവിടുത്തെ നായർ സമുദായവുമായിട്ട് ചെറിയ സ്പർദ്ധ ഉണ്ടായിരുന്നു പ്രിയ അജയനെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ മറ്റൊരു മൂത്താൻ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ SR ബാലസുബ്രഹ്മണ്യൻ, അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ ഒരു പത്രക്കാരി എന്നാൽ അവരെ കാണാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ അവിടെ സംവിധാനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആരെയും കാണുന്നില്ല എന്നാണ് നമ്മളെ അറിയിക്കാറ്. ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ മറ്റാരെയും കണ്ടിട്ടില്ല, മറ്റ് പത്രക്കാരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാട് MT രമേശിനെയും ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ പലരും പല കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര നേതാക്കൾക്കൊക്കെ പല കമ്മ്യൂണിക്കേഷനും പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് കേന്ദ്ര നേതാക്കളാണ് ഇനിയിപ്പോൾ ഈ പാലക്കാട് എങ്ങനെ തെരഞ്ഞെടുപ്പ് തോറ്റു, അതിൽ എന്താണ് പരിഹാരം, ഈ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളെല്ലാം വെച്ച് പാർട്ടി മുന്നോട്ട് ഓടിക്കാൻ പറ്റുമോ, അതോ ഇനിയിപ്പോൾ മറ്റ് പുറത്തു നിന്നുള്ള ഈ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, ജേക്കബ് തോമസ് ഉൾപ്പെടെ ഇവിടെ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള ആരെങ്കിലും ഒക്കെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അവരായിരിക്കും തീരുമാനിക്കുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP-യിലെ വോട്ട് വിഹിതം വെച്ച് നോക്കുമ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തെത്തിയ സാഹചര്യമുണ്ടായി. അവിടെ ഒന്നും BJP ഇനി പച്ച പിടിക്കില്ല എന്ന് ഈ പാലക്കാട്ടെ ഒരൊറ്റ അനുഭവം വെച്ചിട്ട് താങ്കൾ എങ്ങനെ കാണും? വളരെ വ്യക്തമായ ഒരു നിരീക്ഷണമാണ്. ഒരു കാരണവശാലും പച്ച പിടിക്കത്തില്ല. ഒരു 18 നിയോജകമണ്ഡലങ്ങളിൽ BJP മുന്നേറിയിരുന്നു, നിയമസഭാ മണ്ഡലങ്ങളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതൊരു വസ്തുതയാണ്. അത് ഹരിപ്പാട് ഒരു വലിയ ഉദാഹരണം തന്നെ. അത് അന്നത്തെ ആ ഒരു ട്രെൻഡ് ആ രീതിയിൽ അവർക്ക് ഗുണം ചെയ്തെന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ ഇനി ഒരു കാരണവശാലും അത് വരത്തില്ല. എവിടെ പോയി അവരുടെ 10,000 വോട്ടുകൾ, അവരുടെ കൃത്യം അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് 10,000 വോട്ട് പാലക്കാട് എവിടെ പോയി? അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് 6,000 വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പുതിയ വോട്ടർമാരെ മാറ്റി നിർത്തിയാൽ അത് എവിടെ പോയി? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ കണക്കൂട്ടിലൊന്നും കൂട്ടുന്ന കാര്യമില്ല. BJP-യുടെ കേഡർ വോട്ടർമാർ പോലും BJP-യിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അതിന്റെ വസ്തുത. BJP ഉയർത്തുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയം, മതരാഷ്ട്രീയത്തിന് കേരളത്തിൽ വേരുറപ്പിക്കാൻ പറ്റത്തില്ലെന്നും അത് അറപ്പുളവാക്കുന്നതാണെന്ന് തങ്ങളുടെ അഭിമാനത്തെ പോലെ ചോദ്യം ചെയ്യണമെന്ന് ഈ BJP-യിലെ പ്രവർത്തകർ പലരും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് BJP വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കല്. ഇവിടെ ഇപ്പൊ നേരത്തെ ഇവിടെ ഗോപികൃഷ്ണൻ നിരീക്ഷിച്ച് ഒരു ചോദ്യം ചോദിച്ചു എന്നോടല്ല, അവിടെ ആരൊക്കെയാണ് പ്രസിഡന്റ് ആരാധന മത്സരം? 4 പേര് മുന്നിലുണ്ട്. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, രണ്ടാമത് MT രമേശ്, മൂന്നാമത് V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ.
അതിൽ MD രമേശിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാത്തൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ഇത് സത്യമാണെന്ന് അറിയത്തില്ല, എങ്കിലും സ്ഥിരീകരിക്കാത്തൊരു വാർത്തയാണ്. അദ്ദേഹം അസംതൃപ്തനാണ്, അദ്ദേഹം വേറെ താവളങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ദൃഷ്ടി പായുന്നതായിട്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നത്. ഞാൻ ആധികാരികമായിട്ടല്ല, എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, എങ്കിലും അങ്ങനെ ഒരു കിംവദന്തി കേരളത്തിൽ പടർത്തുന്നുണ്ട്. കാരണം BJP-യിൽ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുതാപരമായ കാര്യം തന്നെയാണ്. പിന്നെ കെ സുരേന്ദ്രനെ കുറിച്ചൊരു വാക്ക്. കെ സുരേന്ദ്രൻ അത്ര മോശക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. കെ സുരേന്ദ്രൻ ഈ പാർട്ടിനെ വളരെ മോശമല്ലാത്ത രീതിയിൽ നയിച്ചിട്ടുണ്ട്. പക്ഷെ കെ സുരേന്ദ്രൻ മാത്രം മത്സരിച്ചുകൊണ്ട് കേരളത്തിൽ BJP രക്ഷപ്പെടത്തില്ലല്ലോ. കെ സുരേന്ദ്രനോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, ഇവരെ പോലുള്ളവർ ഒരിക്കലും കെ സുരേന്ദ്രന് സ്വയം ജീവിതം കൊടുത്തിട്ടില്ല. ഇനി V മുരളീധരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം തള്ളി പറഞ്ഞിരിക്കുന്നു. എങ്ങനെ തള്ളി പറഞ്ഞത്? പാലക്കാട് പരാജയത്തെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ? അത് സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മറുപടി ഇല്ലാതായിപ്പോയി. ആ മുരളീധരൻ ഇന്ന് വീണ്ടും ദേശീയ തലത്തിൽ പ്രഭാവം നഷ്ടപ്പെട്ട മുരളീധരൻ ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ പറഞ്ഞതിനെ വിഴുങ്ങിക്കൊണ്ട് ശ്രമിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇനി BJP-ക്ക് പഴയ രീതിയിലുള്ള ശോഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് കേരളത്തിൽ കിട്ടത്തില്ല എന്നുള്ളൊരു നിസ്സംശയമാണ്. ഏറ്റവും വിരോധാഭാസവും വിചിത്രമായ ഒരു ഇലക്ഷനല്ലേ പാലക്കാട് നടന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതെല്ലാം വോട്ടുകളാണ് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് പോയത്? SDPI, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അതേപോലെ തന്നെ ഏതാണ്ട് നല്ല ശതമാനം കൊഴിഞ്ഞു പോയിരിക്കുന്ന BJP-യുടെ വോട്ടുകളും കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് പോയിരിക്കുന്നു. അതല്ലേ കോലീബി സഖ്യം എന്ന് പറയുന്നത്? അതല്ലേ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം? ആ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെ യഥാർത്ഥ BJP-ക്കാരുടെ പ്രവർത്തനം അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിരീക്ഷിച്ചത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഇനി പടവലങ്ങാൻ പോലെ ധാരാളം. കേരളം ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളത്തില്ല, അവരുടെ നേതാക്കന്മാർ പോലും ഉൾക്കൊള്ളത്തില്ല. ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് ഒരു ചോദ്യം കൊടുക്കട്ടെ, ഈ ചർച്ച അവസാനിപ്പിക്കണം. ശ്രീജിത്ത് പണിക്കർ, അതായത് ഇപ്പോൾ കേരളത്തിലെ BJP-യെ കുറിച്ച് പറയുന്നത്, ഒന്ന് V മുരളീധരൻ, കെ സുരേന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു വിഭാഗം ഗ്രൂപ്പ് തുടക്കത്തിൽ, പിന്നെ ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് PK കൃഷ്ണദാസിന്റെ ഒരു വിഭാഗം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രന്റെ ഒരു പക്ഷം, V മുരളീധരൻ ഇനി ഇവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമോ അതല്ലെങ്കിൽ ഇവിടെ സംസ്ഥാന അധ്യക്ഷനാകുമോ കഴിയുമോ എന്ന് സ്വന്തം താല്പര്യം നോക്കി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രൻ ആരുടെയൊക്കെ പിന്തുണ കിട്ടുമോ അങ്ങനെയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി നിൽക്കുന്നു. പിന്നെ കൃഷ്ണദാസ് പക്ഷം. അങ്ങനെ 4 ഗ്രൂപ്പുകളായി കേരളത്തിലെ BJP തിരിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? അല്ല, ഇത് നമ്മൾ ഇന്ന് കേൾക്കുന്നൊന്നുമല്ല. ഈ പേരുകളും ഈ പ്രബല വിഭാഗങ്ങളുടെ പേരുകളും ഈ പക്ഷം ചേർത്തിട്ട് എവിടെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മുരളീധര പക്ഷം, അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷം, സുരേന്ദ്ര പക്ഷം എന്നൊക്കെ പറയുന്ന പക്ഷങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രോമിനന്റ് ആയിട്ട് അത് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്ലീപ്പർ സെൽ രീതിയിലത്തേക്ക് ഇത് കിടന്നതിന് ശേഷം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിനെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവരാരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ശ്രമിക്കുന്നത് തെറ്റൊന്നുമല്ല, കാരണം പൊളിറ്റീഷ്യൻസ് എല്ലായ്പ്പോഴും അംബീഷ്യസ് ആവുക എന്ന് പറയുന്നതിലൊന്നും തന്നെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവ് അതിന്റെ സംഘടനയുടെ തലപ്പത്ത് വരുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഇവിടെ ലഭിക്കുന്ന വോട്ടുകൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓർഗാനിക്കായിട്ട് അവർക്ക് ഇവിടെ ഉണ്ടാകുന്ന വളർച്ച, അതിനെ ഒരു സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ എല്ലായിടത്തും ആനുപാതികമായിട്ട് ഇവർ വോട്ട് കൂട്ടുന്നുണ്ട്, പക്ഷെ ഒരു മണ്ഡലത്തിലും അത് ജയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ആഗണൈസിംഗ്ലി പെയിൻഫുള്ളി ക്ലോസ് എന്നൊക്കെ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും അവർ പരാജയപ്പെടുന്നുണ്ട്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ 20% ഒക്കെ വോട്ട് കിട്ടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സീറ്റ് കിട്ടേണ്ടതാണ്. പക്ഷെ അതിവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ പാലക്കാട് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ശ്രീ ഷാബു പ്രസാദ് തന്നെ പറഞ്ഞു, അവരുടെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കൂടെ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ 7% വോട്ട് കുറഞ്ഞു. ആ വോട്ട് ചെയ്യാതിരിക്കുന്നത് BJP-ക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളാണ് എന്ന് പരിഗണിച്ചാൽ തന്നെ എന്തുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ അവർക്ക് താമര ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്യാനേ താല്പര്യമുണ്ടാവുകയുള്ളൂ. എന്നാൽ ആ സ്ഥാനാർത്ഥിയോട് ഒരു അവേർഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവരൊരു പക്ഷേ തീരുമാനിച്ചിരിക്കാം, ഇല്ല, ഇത്തവണ ഞങ്ങൾ മറ്റൊരാളിന് വോട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഈ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഈ പോളിംഗ് ബൂത്തിലെ വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് മൈൽ ക്രോസ് ചെയ്യേണ്ടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് വേണമെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പക്ഷങ്ങളൊക്കെ തന്നെ പലതായിട്ട് ഇങ്ങനെ പല തുരുത്തുകളിൽ നിന്നാൽ അത് വിജയത്തിലേക്ക് എത്തില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയില്ലേ, CPM-ൽ ഇതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായി.
ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥിയെ വേണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥിയെ വേണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ തീരുമാനം അന്തിമമാണ് എന്ന് CPM തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകർ എങ്ങനെയാണ് ചെയ്യുക? ഒരു കേഡർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ആ ആളിനെ ജയിപ്പിക്കുക, അയാളുടെ ആണ് നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് ആകേണ്ടത് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കും. പക്ഷെ മറ്റു പല പാർട്ടികളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിലായിക്കോട്ടെ BJPയിലായിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. ഇതിൽ കുറച്ചുകൂടി കേഡർ സ്വഭാവമുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എങ്കിൽ അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പക്ഷങ്ങളുടെ ചിറകരിയുക, പക്ഷങ്ങളുടെ പക്ഷമരിയുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിനെ യൂണിഫൈഡ് ആയിട്ട് ഒറ്റ സംവിധാനമായിട്ട് നിർത്തുക. അതിനോടൊപ്പം തന്നെ ഇവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേച്ചർ, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീജിത്ത്. അതായത് നമ്മുടെ സമയം ക്രോസ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഒറ്റക്കെട്ടായി മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ മാത്രമാണ് അതിന്റെ വിജയസാധ്യതയുള്ളത്. സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കൾ പ്രവർത്തിക്കുമ്പോൾ അത് അന്തിമമായി പാർട്ടിയെ ഛിന്നഭിന്നമാക്കുന്ന നിലയിലേക്ക് പോകും. സംസ്ഥാന BJPക്ക് എന്ത് സംഭവിച്ചു എന്നത് വിലയിരുത്തുന്ന മണിക്കൂറുകളിൽ എന്താണ് നടപടികളായി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.